Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സുരേഷ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും നവംബറിലെ ആ ഒരു ട്രേഡിംഗ് ഒക്കെ അവസാനിച്ച് ഡിസംബറിലോട്ട് ഇപ്പോൾ നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഡിസംബർ 1-ാം തീയതിയാണ്. നമ്മൾ കഴിഞ്ഞൊരു വീക്കിലെ അല്ലെങ്കിൽ ഒരു മന്തിലെയൊക്കെ ഒരു പ്രകടനം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റായിരുന്നു. എന്തായാലും നമ്മൾ ആ ഒരു ട്രേഡിംഗ് എടുക്കുമ്പോൾ തന്നെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ നവംബറിൽ നിഫ്റ്റി 50ക്ക് സാധിച്ചിരുന്നു. നമുക്കിപ്പോൾ വീക്കിലി ട്രേഡിംഗ് ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞൊരു വീക്കിലെ പ്രകടനം നോക്കുമ്പോൾ നിഫ്റ്റി 50ൽ നേട്ടമായിരുന്നു. 0.5% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി ബാങ്കിങ് സൂചിക കൂടാതെ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് ഒക്കെ നോക്കുമ്പോൾ 1.5% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗും കാഴ്ചവെക്കാൻ സാധിച്ചു. മികച്ച സെക്ടറൽ ഇൻഡെക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഫാർമ 1.85% നേട്ടമാണ് കഴിഞ്ഞ ഒരു വീക്കിൽ രേഖപ്പെടുത്തിയത്. മീഡിയയിൽ 1.5% നേട്ടമുണ്ടായിരുന്നു. കൂടാതെ PSU ബാങ്ക്, IT തുടങ്ങിയ സൂചികയിലൊക്കെ തന്നെ മികച്ച ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായത്. എന്നാൽ എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയൽറ്റി തുടങ്ങിയ സൂചികയൊക്കെ കാര്യമായൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കാതെ ഉള്ളൊരു ട്രേഡിങ്ങുമാണ് കാഴ്ചവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ FIDA ഡാറ്റ നമുക്ക് നോക്കാം. വെള്ളിയാഴ്ച 3795 കോടിയുടെ FI സെല്ലിംഗ് ആയിരുന്നു ഉണ്ടായത്. DAയുടെ ഭാഗത്ത് നിന്ന് നെറ്റ് ബൈയിങ് ആയിരുന്നു 4148 കോടി എന്ന രീതിയിലുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി ഇന്നത്തെ ഒരു മാർക്കറ്റ്, അതായത് ഡിസംബർ ഒരു ഫസ്റ്റ് ഡേയിലൊരു മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് കാണുന്നുണ്ട്. നിഫ്റ്റി 50യെ സംബന്ധിച്ച് 94 പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ 26,299 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 60,000 എന്നൊരു നിലയിൽ ഇന്ന് ട്രേഡിംഗ് നടക്കുന്നുണ്ട്. 270 പോയിൻറ്റിൻ്റെ നേട്ടവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സെക്ടറൽ ഇൻഡെക്സുകളൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗും ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. സുരേഷ് സാർ, ഏതായാലും വിപണിയിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് ഇന്ന് പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു വിൻ്റർ സെഷൻ ആരംഭിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ GDP ഡാറ്റ വന്നത് എക്സ്പെക്റ്റേഷനൊക്കെ ഒരു മറികടന്നുകൊണ്ട് 8.2 എന്നൊരു മികച്ച നിരക്ക് രേഖപ്പെടുത്താൻ സാധിച്ചു. മാത്രമല്ല RBIയുടെ മോണിറ്ററി പോളിസി യോഗ തീരുമാനങ്ങൾ ഈ ആഴ്ച വരും. കൂടാതെ FOMC മീറ്റിംഗ് നമുക്ക് ഡിസംബറിൽ 10-ാം തീയതി അതിൻ്റെ തീരുമാനങ്ങൾ വരും. വിപണിയെ സംബന്ധിച്ച് ഒത്തിരി വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ വിപണിയെ സംബന്ധിച്ച് എന്താണ്? വിഷ്ണു, ആദ്യം തന്നെ ഐ വിഷ് എ ഹാപ്പി മോർണിംഗ് ഫോർ ഓൾ അവർ വ്യൂവേഴ്സ്. എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. നല്ല രീതിയിലുള്ള കോൾഡും ത്രോട്ട് പെയിനും കാരണം എൻ്റെ സംസാരം ചിലപ്പോൾ ഒന്ന് ഡ്രാഗ് ചെയ്തേക്കാം എന്നുള്ള ഒരു ക്ഷമയോടുകൂടി തന്നെ ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സ് തുടങ്ങുന്നു എന്നുള്ളതാണ്. വിഷ്ണു, ആദ്യം തന്നെ എനിക്ക് സന്തോഷകരമായിട്ട് എന്നും തരുന്നൊരു കാര്യം നമ്മുടെ ക്രിക്കറ്റിൻ്റെ റിസൾട്ട് തന്നെയാണ്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഇന്നലത്തെ വൺ ഡേ ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു. വൺ ഡേ ഇൻ്റർനാഷണൽ ഉള്ളതിനെക്കാട്ടിലും എനിക്കതിൽ ഏറ്റവും വലിയ ആഗ്രഹം വെച്ചാൽ കുറച്ച് നാളായി നമ്മൾ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മ ഈ പറഞ്ഞ ലെജൻസിൻ്റെ കളി കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു മാച്ച് കണ്ടിട്ട് കുറേ നാളായി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ മാച്ചിനെ നമ്മൾ വാച്ച് ചെയ്തിരുന്നത് എന്നുള്ളത്. നമ്മുടെ ഒന്നും എക്സ്പെക്റ്റേഷൻ തകർക്കാതെ തന്നെ ഇന്ത്യ ഒന്ന് ജയിച്ചു, ഏതാണ്ട് 17 റണ്ണിന് ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാളും നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള കാര്യം വിരാട് കോഹ്ലി എന്ന് പറയുന്ന ലെജൻഡിൻ്റെ ആ ഒരു സെഞ്ചുറിയാണ്. ആ 37-ാം വയസ്സിലും ആ ഫിറ്റ്നസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ വയ്യ എന്നുള്ള കാര്യം. സാധാരണ പണ്ട് ഒരു 1965 ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് സൗണ്ട് ഓഫ് മ്യൂസിക്. ആ സൗണ്ട് ഓഫ് മ്യൂസിക്കിലെ സെൻട്രൽ ക്യാരക്ടറായ മറിയ. അപ്പോൾ അതിനകത്ത് ഒരു എന്താ പറയുക, ആ മറിയെക്കുറിച്ചൊരു പാട്ടുണ്ട്. ഹൗ ഡു യു സോൾവ് എ പ്രോബ്ലം ലൈക്ക് മറിയ എന്ന് പറഞ്ഞ പോലെ ക്രിക്ക് ഇൻഫോ എന്ന് പറയുന്ന സൈറ്റിൽ ഹൗ ഡു യു സോൾവ് എ പ്രോബ്ലം ലൈക്ക് വിരാട് കോഹ്ലി എന്ന് പറയുന്നതായിരുന്നു അതിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. വായിക്കാൻ തന്നെ ആർട്ടിക്കിൾ വായിക്കാൻ തന്നെ നല്ല രസമുണ്ട് എന്നുള്ളതാണ്. ആ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി എന്ന് വെച്ചാൽ നമുക്കറിയാം അതൊരു വലിയൊരു റെക്കോർഡാണ്. നമ്മുടെ മറ്റൊരു ലെജൻഡായ സച്ചിൻ ടെണ്ടുൽക്കറിനെ പാസ് ചെയ്ത് പോയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി, അത് വേണമെങ്കിൽ ടെസ്റ്റുകളിലാവാം, അല്ലെങ്കിൽ വൺ ഡേ ഇൻ്റർനാഷണൽ ആവാം, അല്ലെങ്കിൽ T20-യിലാവാം. സച്ചിൻ ടെണ്ടുൽക്കർ ഏതാണ്ട് 51 സെഞ്ചുറീസ് ടെസ്റ്റിലെടുത്തപ്പോൾ ആ 51 എന്ന് പറയുന്ന നമ്പറിനെ ബീറ്റ് ചെയ്ത് വിരാട് കോഹ്ലി 52 എത്തിയിരിക്കുന്നു വൺ ഡേ ഇൻ്റർനാഷണലി കൂടി എന്നുള്ളത്. അത് രണ്ടിലും ആ ടോപ്പ് 2 ഇന്ത്യക്കാരാണ് എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് ആ മാച്ചിൻ്റെയും റെലവൻസ് മാത്രമല്ല, ഒരു പേട്രിയോട്ടിസം മാത്രമല്ല, ഒരു ഫാൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്പർ ഓഫ് വ്യൂവേഴ്സ് വാച്ചിങ് ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നതും കൂടെ എന്താ പറയുക, ഇന്നത്തെ കാലത്തൊക്കെ എന്താ പറയുക, അത് അതിൻ്റെ പുറകിൽ ഒരു എക്കണോമിക്സ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഇമ്പാക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഹോട്ട്സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഒരു വശത്തുകൂടി പോകുന്നു എന്നുള്ള നല്ല കാര്യം. പിന്നെ
2 ദിവസം പഴക്കമായെങ്കിൽ പോലും വിഷ്ണു പറഞ്ഞ ആ ഒരു ഹെഡ്ലൈൻ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അതായത് GDP അല്ലേ ആ GDP ഫിഗേഴ്സ് എന്ന് പറയുന്നത് GDP ഫിഗേഴ്സ് പറഞ്ഞാൽ ഇറ്റ് ബീറ്റ് എക്സ്പെക്റ്റേഷൻസ്. അതായത് നമ്മൾ വെള്ളിയാഴ്ചയും നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞു, പല എക്കണോമിസ്റ്റുകളെയും എന്താ പറയുക, ഒരു പോൾ എടുത്ത് നോക്കിയപ്പോൾ 7%, 7.5%, 7.7%, 7.2%, അതായത് 7-നും 7.5-നും ഇടയ്ക്ക് എന്നുള്ളതാണ് ഏതാണ്ട് കൺസെൻസസ് ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ വന്നിരുന്നതല്ല. ബട്ട് അതിനൊക്കെ അപ്പുറമായിട്ട് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ഫിഗർ, അതായത് 8.2% ഗ്രോത്ത്. അതായത് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ആ സെപ്റ്റംബർ മാസത്തിലേക്കുള്ള ചെറിയൊരു സ്ലോ ഡൗൺ ഉണ്ട്. അതായത് GSTയുടെ റേറ്റ് കട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ചെറുതായിട്ടൊരു ബൈയിങ് പോസ്റ്റ്പോൺമെൻറ്റ് ഒന്നൊന്ന് തള്ളിയ ഒരു ബൈയിങ് പ്രക്രിയ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ചെറുതായിട്ട് ഒന്ന് GDP ഗ്രോത്ത് ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ പറഞ്ഞ്. ബട്ട് നമ്മളെയൊക്കെ എല്ലാവരെയും സർപ്രൈസ് ചെയ്തോട് ആ ഫിഗർ 8.2% ഗ്രോത്ത് എത്തിയിരിക്കുന്നു. അതായത് ലാസ്റ്റ് 3 മാസത്തിനെക്കാട്ടിലും ഇന്ത്യൻ എക്കണോമി 8.2% വലുതായിരിക്കുന്നു. ലാസ്റ്റ് 3 മാസത്തേക്കാളിലും 8.2% ബിഗർ ആയിരിക്കുന്നു ഇന്ത്യൻ എക്കണോമി എന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞ ഒരു വാക്ക്. ദാറ്റ് ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി എന്നുള്ള ഒരു ഫിഗറിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത്. അതായത് ഈ 8.2%-ൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് GDP ഗ്രോത്ത് 8.2% എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിനകത്തുനിന്ന് ഇൻഫർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ അതിനകത്തുള്ള പല ഡേറ്റാസും നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒന്നാമത്തെ കാര്യം, ഫാക്ടറീസ് ആർ പ്രൊഡ്യൂസിങ് മോർ. ഫാക്ടറീസ് ആർ പ്രൊഡ്യൂസിങ് മോർ ബിക്കോസ് മാനുഫാക്ചറിങ് സെക്ടർ ഗ്രോത്ത് 9.1% ഓർ മോർ എന്ന് കാണിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല സർവീസസ് എന്ന് പറയുമ്പോൾ എന്താ, IT, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് ഓൾസോ ഗ്രൂ ബൈ 9.2%. അപ്പോൾ GDP ഗ്രോത്ത് 8.2%-ലൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഫിഗേഴ്സാണ് ഈ ഫാക്ടറീസ് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഗ്രോത്ത് 9.1%, സർവീസ് സെക്ടറിൻ്റെ ഗ്രോത്ത് 9.2% എന്നുള്ള. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് ജനറൽ എക്കണോമിയിൽ നടക്കുന്നത്? അതായത് ബിസിനസ്സുകൾ എക്സ്പാൻഡ് ചെയ്യുന്നു, പുതിയ മാനുഫാക്ചറിങ് പ്ലാന്റുകൾ ഇടുന്നു, മോർ ജോബ് ഓപ്പണിങ്സ് വരുന്നു, നല്ല രീതിയിൽ സാലറി കൂടുന്നു. ഇതെല്ലാം എക്കണോമിക്ക് നന്നായി പോകുന്നു എന്നുള്ളതാണ് ഒരു ഇമ്പാക്റ്റ്. നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാവുന്ന ഒരു സ്റ്റഡി അതാണ്. രണ്ടാമത്തെ സ്റ്റഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നു. ഇൻഫ്ലേഷൻ കയറുന്നില്ല, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഒന്നിലേക്ക് സ്റ്റേബിൾ അല്ലെങ്കിൽ താഴേക്ക് വിടുന്നു, അതായത് പ്രൈസസ് വളരെ സ്റ്റേബിൾ ആണെന്നുള്ളതാണ്. അതേസമയം നമ്മൾ നേരത്തെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ സാലറിയും വേജസും ഇൻക്രീസ് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ സ്റ്റേബിൾ അല്ലെങ്കിൽ താഴേക്ക് നിൽക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നു, അതായത് മോർ സ്പെൻഡിങ് ചെയ്യുന്നു. അത് ബിസിനസ്സിനെയും എക്കണോമിയെയും ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഇമ്പാക്റ്റ് ഈ ഫിഗർ കൊണ്ട് നമുക്ക് മനസ്സിലാവണം. മൂന്നാമത്, ഈ GDP ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഹൈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഗവൺമെൻറ് തന്നെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഓരോ പ്രോജക്ട്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് റോഡായാലും ശരി, പോർട്ടാണെങ്കിലും ശരി, റെയിൽവേ ആണെങ്കിലും ശരി, അത് കാണിക്കുന്ന ഫിഗർ എന്താണ്? കൺസ്ട്രക്ഷൻ സെക്ടറിൻ്റെ ഗ്രോത്ത് 7.2% ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എന്നുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഡേറ്റയിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എക്കണോമിക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ്. അതാണ് 8.2% ഈസ് നോട്ട് എ മിയർ ഫിഗർ. വെറും ഒരു ഫിഗർ മാത്രമല്ല, അതിൻ്റെ പുറകിൽ ഇത്രയും കാര്യങ്ങളുണ്ട്, ഇത്രയും സെക്ടറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞതെന്നുള്ളത്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നാണല്ലോ നമ്മൾ പൊതുവെ ആലോചിക്കേണ്ടത്. വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള അനലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രോക്കറിംഗ് കമ്പനിയുടെ ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർ ആയിക്കോട്ടെ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ലാർജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം എക്കണോമിക് ഗ്രോത്ത് എത്രയാണെന്ന് നോക്കും. ആ എക്കണോമിക് ഗ്രോത്ത് ഇത്രയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതൊക്കെ സെക്ടേഴ്സാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പഠിക്കും. ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ സപ്പോസ് കൺസ്ട്രക്ഷൻ സെക്ടർ ആണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആണെന്ന് വയ്ക്കുക. ആ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഫിഗർ ഇത് നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്താണ്, അതായത് നമ്മളൊരു ഫോർകാസ്റ്റ് ആണ്. ആ ഫിഗർ എടുത്തിട്ട് ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കമ്പനീസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനീസിന് എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമ്മൾ പറയും. അതായത് ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനിക്ക്
ഈ കൊല്ലം ഇത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ബിക്കോസ് GDP ഇത്രയാണ് ഗ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ കമ്പനി നമ്പർ A ആയിരിക്കാം, കമ്പനി നമ്പർ B ആയിരിക്കാം, കമ്പനി നമ്പർ C ആയിരിക്കാം. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു കമ്പനി നമ്പർ Aക്ക് എത്രയാണ് ഈ കൊല്ലം വരാൻ പോണ സെയിൽസ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതായിരിക്കാം നെറ്റ് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ EPS ഇത്രയാണ്. അപ്പോൾ ഇത്ര PE ട്രേഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് പ്രൈസ് ഇതാണ്. അതായത് നമ്മൾ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിലാണ് നമ്മൾ സാധാരണ അനലിസ്റ്റുകൾ കാര്യങ്ങൾ നോക്കുന്നത്. അതായത് GDP ഗ്രോത്ത് ഫിഗർ എടുക്കുന്നു, ആ GDP ഗ്രോത്ത് ഫിഗറിൽ നിന്ന് സെക്ടറിൻ്റെ ഗ്രോത്ത് എടുക്കുന്നു, ആ സെക്ടറിൻ്റെ ഗ്രോത്ത് എടുത്തിട്ട് ആ സെക്ടറിലെ ടോപ്പ് പ്ലെയേഴ്സായ കമ്പനികളുടെ പെർഫോമൻസിലേക്ക് നമ്മൾ അത് സബ്സ്യൂം ചെയ്തിട്ട് അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, കമ്പനിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ, അതായത് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാവരും അവരുടെ കോൾ അറ്റൻഡ് ചെയ്യും. അതായത് കമ്പനീസ്, നല്ല വലിയ കമ്പനീസ് എല്ലാം സെബിയുടെ മാൻഡേറ്റ് പ്രകാരം ഒരു കോൺഫറൻസ് കോൾ അല്ലെങ്കിൽ അനലിസ്റ്റ് മീറ്റ് നടത്തണം. ആ മീറ്റിങ്ങിൽ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആൾക്കാരുണ്ടാവും, ഒരു മോഡറേറ്റർ ഉണ്ടാവും. നമുക്ക് ഫോൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ചോദിക്കുന്നത് കേൾക്കാം. ആ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾക്ക് എത്രയാണ് ഓർഡർ ബുക്ക്, നിങ്ങൾ ഇപ്രാവശ്യം ഓപ്പറേറ്റിംഗ് മാർജിൻ അങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും വൺ ടൈം എക്സ്പെൻസസ് ഉണ്ടോ, നിങ്ങൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ കയ്യിൽ ഈ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഈ കിട്ടുന്ന ഡേറ്റ വെച്ചിട്ട് ഈ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫോർകാസ്റ്റ് കിട്ടും എന്നുള്ള. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, എല്ലാവരും ഇപ്പോൾ ഇന്ത്യൻ കോർപ്പറേറ്റ് ഏരിയയിലുള്ള മേജർ കമ്പനീസിൻ്റെ ഏർണിങ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 7 തൊട്ട് 7.5% GDP ഗ്രോത്ത് അടിസ്ഥാനമാക്കിയുള്ളൊരു ഫിഗേഴ്സാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ദേ വിൽ ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. ഈ 7 to 7.5 എന്നുള്ള ഒരു അസംഷനെ മാറ്റി അവിടെ 8.2% ഇട്ട് അതിനനുസരിച്ച് ഇന്ത്യയുടെ GDP ഗ്രോത്ത് കാലിബ്രേറ്റ് ചെയ്ത് അതിനനുസരിച്ച് കമ്പനിയുടെ ഏർണിങ്സ് ഗ്രോത്ത് കാലിബ്രേറ്റ് ചെയ്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും, കാര്യം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ താഴെ വരുന്ന കാരണം അവരുടെ റോ മെറ്റീരിയൽസ് പ്രൈസ് കുറയും, അപ്പോൾ ഒരു മാർജിൻ എക്സ്പാൻഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ EPS ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞ് പല കമ്പനികളുടെയും ഏർണിങ്സ് അല്ലെങ്കിൽ EPS എസ്റ്റിമേറ്റ്സിൽ ഒരു അപ്ഗ്രഡേഷൻ വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ GDP ഫിഗർ വരുന്നതിന് മുമ്പേ തന്നെ ഒരു ബ്രോക്കിംഗ് കമ്പനി ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു EPS 25% ആണ് ഗ്രോ ചെയ്യാൻ പോകുന്നത് FY26 എന്ന് പറഞ്ഞ സ്ഥലത്ത് ചിലപ്പോൾ ഇനി വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ 32% ആയിട്ട് ഗ്രോ ചെയ്തേക്കാം എന്നുള്ള ഫോർകാസ്റ്റ്. ആൻഡ് ദേ വിൽ ഇൻക്രീസ് ദ ടാർഗറ്റ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനികൾ അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസസ് റീറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ GDP ഗ്രോത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതാണ് സംഭവിക്കാൻ പോകുന്നത്. ബട്ട് ഇതിൻ്റെ പുറകിൽ ചെറിയൊരു കഥയുണ്ട്, ഞാൻ അത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ പറയാം. അപ്പോൾ ഏർണിങ്സ് അപ്ഗ്രേഡ് വരികയാണെങ്കിൽ ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്യണ സെക്ടേഴ്സ് ഏതായിരിക്കാം, അതാണ് നമുക്ക് നോക്കുന്നത്. ഡയറക്റ്റ് ഇമ്പാക്ട് വരുന്നത് നമുക്ക് ഒരു നോ ബ്രെയിനർ ആണ്. നോ ബ്രെയിനർ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ആയിരിക്കുമല്ലോ. കാര്യം GDP ഗ്രോത്ത് ഭയങ്കരമായിട്ട് പോകുമ്പോൾ ഒരുപാട് ക്രെഡിറ്റ് ഉണ്ടാവും. അതുമാത്രമല്ല ബാഡ് ലോൺസ് കുറയുകയും ചെയ്തു. അതായത് ബിസിനസ്സുകൾ നന്നായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ലോൺ സർവീസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നന്നാവും, അതുകൊണ്ട് ബാഡ് ഡെപ്സ് കുറയും എന്നുള്ളത്. അതുമാത്രമല്ല എക്സ്പാൻഷനായിട്ട് പുതിയ പ്ലാൻഡ് ആയിട്ട് കമ്പനികൾ പോകുമ്പോൾ മോർ ക്രെഡിറ്റ് ബാങ്കിൻ്റെ നിന്ന് എത്തും. അപ്പോൾ ബാങ്കിൽ നിന്നുള്ള ആക്ടിവിറ്റി നന്നായി കൂടുന്നത് കാരണം ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് കമ്പനി എന്നുള്ളത് അബ്സല്യൂട്ട്ലി. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽസ് പറഞ്ഞാൽ ആ ഫിഗർ പറഞ്ഞല്ലോ, മാനുഫാക്ചറിംഗ് സെക്ടർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് GVA എന്ന് പറയുന്നത് 9.1% ജമ്പാണ്. അത് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽസിനെയും ക്യാപിറ്റൽ ഗുഡ്സിനെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഗവൺമെൻറ് സ്പെൻഡിങ് കാരണം ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ ഗ്രോത്ത് നന്നായത് കാരണം ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനീസിന് വളരെ നല്ല രീതിയിൽ ഗുണകരമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് സിമെന്റിനും സ്റ്റീലിനും EPC എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനീസിനായിരിക്കാം. സിമെന്റ്, സ്റ്റീല്, EPC കമ്പനീസിന് ഡയറക്റ്റ് ബെനിഫിഷ്യറി ആയിരിക്കാം. അപ്പോൾ ഇതായിരിക്കാം ഒരു പൊതുവെ GDPയുടെ ആ ഗ്രോത്തിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ
ഓൺ ആൻ ഐഡിയൽ കണ്ടീഷൻ ഉണ്ടാവുന്ന ഒരു ചാൻസ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇതിനെ ഇമ്മീഡിയറ്റ്ലി ഇതിനെ പോസിറ്റീവായിട്ടായിരിക്കും എടുക്കുക. അതായത് നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാരും ഇതിനെ പോസിറ്റീവായിട്ട് എടുത്താണ് മുന്നോട്ട് പോകാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞത്. ഇനി പക്ഷേ ഇതിനിങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം പറഞ്ഞു വെക്കാം എന്ന് പറഞ്ഞല്ലോ. അതായത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ത്രട്ടുകൾ കൂടിയും നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നുള്ള കാര്യം. ഈ ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ യു ഷുഡിൻ ഗെറ്റ് ക്യാരിഡ് അവേ ബൈ ഇറ്റ്. കാര്യം അതിനകത്ത് ഏതൊരു കാര്യത്തിനും രണ്ട് വശം ഉണ്ടെങ്കിൽ അപ്പുറത്തെ വശം കൂടി മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മൈഫിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഓബ്ലിഗേഷനാണ്. അത് നമ്മൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു ഇൻഫ്ലേഷൻ, അതായത് ചിലപ്പോൾ, അതായത് ഇപ്പോൾ വന്നേക്കണത് എന്താ, ഇഫ് എവറിത്തിങ് ഗോസ് വെൽ ദ ഡിമാൻഡ് കുഡ് എക്സീഡ് സപ്ലൈ. അതായത് മാർക്കറ്റിലുള്ള സപ്ലൈയെക്കാളും ജനങ്ങളുടെ ഡിമാൻഡ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള ഡെഫിനിഷൻ എന്താ? ഇൻഫ്ലേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് റൈസ് അല്ല. ഇൻഫ്ലേഷൻ ഈസ് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് റൈസ് എന്ന് ചുമ്മാ നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. അതായത് ഇൻഫ്ലേഷൻ്റെ അൾട്ടിമേറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് വിലക്കയറ്റമാണ്. ബട്ട് ശരിക്കും പറഞ്ഞാൽ വിലക്കയറ്റം അല്ല ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ വിലക്കയറ്റം ഉണ്ടാക്കും എന്നുള്ള കാര്യം ശരിയാ. അതെങ്ങനെ ഉണ്ടാക്കുന്നു? ടു മച്ച് ഓഫ് മണി, ഒരുപാട് പൈസ ടു ഫ്യൂ ഗുഡ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ പറയുന്ന പോലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഡിമാൻഡ് സപ്ലൈയെക്കാൾ എക്സീഡ് ചെയ്താൽ ചിലപ്പോൾ ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതകളുണ്ട്. അതൊരു ഹൈ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഓവർ ഹീറ്റഡ് എക്കണോമിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം. അതായത് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഫിഗറാണ് റിയൽ ജി ഡി പി. റിയൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ 8.2% എന്നാണ്. റിയൽ ജി ഡി പി ഈസ് 8.2%. പക്ഷേ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് 8.7% ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ എന്താണെന്ന് പറയാം. അതായത് ഈ റിയൽ ജി ഡി പി എന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ സാധനങ്ങൾ, അതായത് ടോട്ടൽ വോളിയൂം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്, ഫിസിക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് ടോട്ടൽ വോളിയൂം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കണോമി ഈസ് കോൾഡ് റിയൽ ജി ഡി പി. നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിയൽ ജി ഡി പിയുടെ കൂടെ ഇൻഫ്ലേഷനും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞത്. അപ്പം നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രൈസ് റൈസിനായിട്ട് കൺസിഡർ ചെയ്യരുത്, കമ്പനികളുടെ പ്രൈസിങ് പവറായിട്ട് കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ ഐഡിയലായിട്ട് നമ്മളൊരു സിറ്റുവേഷൻ എന്താ പറയുന്നത്, ചെറുതായിട്ടൊരു ഇൻഫ്ലേഷൻ വേണം. അതായത് സാധനങ്ങളുടെ വില കൂടണം, അല്ലേ? സാധനങ്ങളുടെ വില കൂടണം, അതിനേക്കാളും നന്നായിട്ട് ആൾക്കാരുടെ സാലറി ഇൻക്രീസ് ചെയ്യണം, പർച്ചേസിങ് പവറും ഇൻക്രീസ് ചെയ്യണം. അതാണ് കറക്റ്റ് രീതിയിൽ പോകേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഇംബാലൻസ് ആയി പോയി കഴിഞ്ഞാൽ പറ്റും. ഈ ഇൻഫ്ലേഷൻ, അതായത് പ്രോഡക്ട്സിലും സർവീസിലുള്ള ഇൻഫ്ലേഷനാണ് കമ്പനികളുടെ പ്രോഫിറ്റ്. അതായത് ഈ പർച്ചേസിങ് പവറുള്ള നമ്മൾ കഴിഞ്ഞ കൊല്ലം 10 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു, എല്ലാ കൊല്ലവും 10 രൂപയ്ക്ക് തന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് മാർജിൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ? 10 എന്നുള്ളത് പതുക്കെ 11 ആവണം, 11 എന്നുള്ള അടുത്ത കൊല്ലം 12 ആവണം, 12 എന്നുള്ള 13 ആവണം. ബട്ട് അതിൽ ഡിമാൻഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ വരവും കൂടെ കൂടണം. ഇതാണ് നന്നായി പോകുന്നത്. അപ്പം റിയൽ ജി ഡി പി 8.2% ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇൻഫ്ലേഷനും കൂടെ ആഡ് ചെയ്ത് നോമിനൽ ജി ഡി പി എന്ന് പറയുന്നതാണ് 8.7%. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഈ നോമിനൽ ജി ഡി പി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. കോർപ്പറേറ്റ് ഏർണിംഗ്സിനെ അഫക്ട് ചെയ്യുന്നത് റിയൽ ജി ഡി പിയെക്കാളും നോമിനൽ ജി ഡി പി ആണ്. കാര്യം നോമിനൽ ജി ഡി പിയിൽ എന്താ? റിയൽ ജി ഡി പി പ്ലസ് ഇൻഫ്ലേഷൻ. ആ ഇൻഫ്ലേഷൻ ഈസ് ദ പ്രൈസിംഗ് പവർ ഓഫ് ദ കമ്പനീസ്. കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ എക്സ്പാൻഡ് ചെയ്യുന്നത് ആ നോമിനൽ ജി ഡി പി വെച്ചിട്ടാണ് എന്നുള്ളതാണ്. ആ നോമിനൽ ജി ഡി പി 8.7% ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നോമിനൽ ജി ഡി പി ഈസ് ഈക്വൽ ടു റിയൽ ജി ഡി പി മൈനസ് ഇൻഫ്ലേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോമിനൽ ജി ഡി പിയുടെ ഫിഗർ കിട്ടി 8.7, റിയൽ ജി ഡി പിയുടെ ഫിഗർ കിട്ടി 8.2. അപ്പോൾ ഇൻഫ്ലേഷൻ എത്രയാണ്? 8.7 എന്ന് പറയുന്നത് നോമിനൽ ജി ഡി പിയെ റിയൽ ജി ഡി പി ആയി 8.2% കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻഫ്ലേഷൻ ഡിഫ്ലേറ്റർ. ഇൻഫ്ലേഷൻ ഡിഫ്ലേറ്റർ ഈസ് ജസ്റ്റ് 0.5%. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ത്രെട്ടായിട്ട് വരാനുള്ള കാര്യം. അതായത് ലോവർ ഇൻഫ്ലേഷൻ ഓഫ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഡിഫ്ലേറ്റർ ഓഫ് 0.5% മീൻസ് പ്രൈസസ് ആർ ബെയർലി റൈസിങ്. പ്രൈസസ് ആർ ബെയർലി റൈസിംഗ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം തന്നെ കമ്പനിക്ക് കിട്ടിയിരുന്ന അതേ ലെവലിൽ തന്നെ സാധനങ്ങൾ, അതായത് പ്രോഡക്ട്സോ സർവീസസോ വിറ്റുപോകുന്നെങ്കിൽ ദെൻ കോർപ്പറേറ്റ് ഏർണിങ്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യും? ആ പ്രോഫിറ്റ് മാർജിൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യും എന്നുള്ള ചോദ്യമാണ് അതിനകത്ത് പറയണമെന്നില്ല. അത് ഒരു വശത്ത്. രണ്ടാമത്തെ സൈഡിൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് സാധാരണ
നമ്മുടെ ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നേരത്ത് അവർക്ക് നല്ല രീതിയിൽ അവർക്കൊരു വരവ് കിട്ടുന്നത് ടാക്സിൽ കൂടെയാണല്ലോ. ഈ ടാക്സിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് പെൻസിൽ ചെയ്യുന്നത്, അടിസ്ഥാനമാക്കി എടുക്കുന്നത് ഈ നോമിനൽ GDP ആണ്. അതായത് GDP ഗ്രോത്ത് പ്ലസ് ഇൻഫ്ലേഷനും കൂടെ എടുത്തു വരുമ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന ഫിഗറിൽ, കാര്യം അവിടെയാണല്ലോ ഒരു കമ്പനി അൾട്ടിമേറ്റ്ലി ഒരു കൺസ്യൂമറിന് വിൽക്കുമ്പോൾ ടാക്സ് മേടിക്കുന്നത്. അപ്പൊ അതും കൂടെ ഒരു ഹയർ ഫിഗർ ആണ് എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് അവരുടെ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് മിക്കവാറും ഡബിൾ ഡിജിറ്റിലായിരിക്കും അവർ ഫോർകാസ്റ്റ് ഇട്ടേക്കുന്നത്. അതിപ്പോൾ ഭയങ്കര രീതിയിൽ കുറഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. അതായത് ഗവൺമെന്റിന്റെ ടാക്സ് റവന്യൂ ചിലപ്പോൾ കുറഞ്ഞേക്കാം. ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ ഒരു പോസിബിലിറ്റീസ് ആണ്. നമ്മളിതിന്റെ മറ്റൊരു വശം പറയല്ലേ, ഗവൺമെന്റ് ടാക്സ് റവന്യൂ കുറഞ്ഞാൽ എന്താ പ്രശ്നം? ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ എക്കണോമിയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് വൈഡൻ ചെയ്തേക്കാം. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റവന്യൂ നമ്മുടെ സ്പെൻഡിങ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ പറയുന്ന പോലെ സ്പെൻഡിങ് ഇങ്ങനെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും, എന്നാൽ റവന്യൂ വരുന്നത് കുറയും. കാരണം എന്താ? നമ്മുടെ റവന്യൂവിൻ്റെ നല്ലൊരു കമ്പോണൻറ്റ് ടാക്സ് ആണ് എന്നുള്ള. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ നോമിനൽ GDP ഗ്രോത്ത് ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഫോർകാസ്റ്റ് ചെയ്ത അനുസരിച്ച് നമുക്ക് ഒരു ടാക്സ് കളക്ഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റവന്യൂ കുറയും, എന്നാൽ സ്പെൻഡിങ് നമ്മളെല്ലാം കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെയാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് വൈഡൻ ചെയ്യുമ്പോൾ ഇന്ത്യൻ എക്കണോമിക്ക് ഇത് പൊതുവേ നെഗറ്റീവായിട്ട് സംഭവിച്ചേക്കാം. ഇത് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് ജസ്റ്റ് ഇപ്പം വന്ന ഫിഗറിനെ ബേസ് ചെയ്തിട്ട് രണ്ട് വശവും എന്നുള്ളതാണ്. ബട്ട് ലാർജ്ലി എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതായത് ഇപ്പം അതിനകത്തുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരിക്കും അറിയോ? ചലഞ്ച് കംപ്ലീറ്റ് നമുക്ക് ആർക്കും അല്ല, സ്റ്റോക്ക് മാർക്കറ്റിന് വഹിക്കില്ല, RBIയിലാണ്. അങ്ങനെ RBIയുടെ നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നത് ഡിസംബറിൽ, അതായത് എനിക്ക് തോന്നുന്നു ഈ വെള്ളിയാഴ്ചയാണ് RBIയുടെ മീറ്റിംഗ്. അതായത് സമയം എനിക്ക് തോന്നുന്നു അടുത്ത 10th ഡിസംബറിലാണ് FOMC മീറ്റിംഗ് US നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ RBI മീറ്റ് ചെയ്യാൻ നേരത്ത് RBI ഇപ്പം നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റ് ഡിവൈഡഡ് ആണ്. ഇത്രയും നാൾ നമ്മൾ കൺസെൻസസ് ആയിട്ട് വിചാരിച്ചിരുന്നത് ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത RBI മീറ്റിങ്ങിന് ഒരു റേറ്റ് കട്ട് ഉണ്ടാവും 25 ബേസിസ് പോയിന്റ്സ് എന്നുള്ളത്. ഇപ്പം കൺഫ്യൂസ്ഡ് എന്ന് വെച്ചാൽ ഗ്രോത്ത് ഓൾറെഡി ഇപ്പോൾ ഭയങ്കര രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു, 8.2%. ഇൻഫ്ലേഷൻ ആണെങ്കിൽ ചരിത്രകാലത്തെ ഭയങ്കര രീതിയിൽ കുറവും. എന്നാൽ ഇത് രണ്ടുമാണല്ലോ RBIയുടെ ഒബ്ജക്റ്റീവ്. ഇനി എന്തിനാണ് റേറ്റ് കട്ട് ചെയ്യണത്? ഒന്നില്ലെങ്കിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യുക. ഇത് രണ്ടും നല്ല സൂപ്പർമാൻ ഫിഗറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഇനി RBIക്ക് റേറ്റ് കട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് ഹാസ് കോംപ്ലിക്കേറ്റഡ് ദ ടാസ്ക് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്, റേറ്റ് കട്ട് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ എക്കണോമിക് ടൈംസിൻ്റെ ഞാൻ രാവിലെ പത്രം വായിക്കുമ്പോൾ അവരൊരു പോൾ നടത്തി, അതായത് 12 എക്കണോമിസ്റ്റുകളുടെ ഒരു പോൾ. അതായത് നമ്മൾ ഈ പറയുന്നത് SBI അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ അല്ലെങ്കിൽ MK ഗ്ലോബൽ സർവീസസ്, കോട്ടക്, മോട്ടില, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒരു എക്കണോമിക് ഡിവിഷൻ ഉണ്ട്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിസർച്ച് കൂടാതെ ഇവർക്കൊരു എക്കണോമിക് വിങ്ങും കൂടെ ഉണ്ടാവും. ആ എക്കണോമിക് വിങ് കൂടുതലും ബാങ്കുകളായിരിക്കും അത് ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ അവരുടെ ഒരു പോൾ സാധാരണ പത്രങ്ങൾ എടുക്കുന്നത് ഒരു പതിവുണ്ട്. അതിനകത്ത് ഇപ്പം നോക്കുന്നത് 20 എക്കണോമിസ്റ്റുകൾ ഓഫ് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്കണോമിക് ടൈംസ് ഒന്ന് അളന്ന് നോക്കാൻ നേരത്ത് അതിൽ 12 പേരും പറയുന്നത് ഏതാണ്ട് 25 ബേസിസ് പോയിന്റ്സിന്റെ കട്ട് വരുന്നുള്ളതാണ്. ബട്ട് 8 പേര് പറയുന്നത് അൺചേഞ്ച്ഡ് ആണെന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ്? കൂടുതൽ പേരും റേറ്റ് കട്ട് ഉണ്ടാവുമെന്ന് പറയുമെങ്കിലും ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ജസ്റ്റ് ഒരാഴ്ച മുമ്പ് വരെ ഏതാണ്ട് കൺസെൻസസ് കോൾ ആയിരുന്നു ഇന്ത്യയിലെ ഏതാണ്ട് ഇൻഫ്ലേഷൻ ഫിഗർ പുറത്തു വന്നതോടുകൂടി റേറ്റ് കട്ട് ഇമ്മിറ്റന്റ്, അതായത് ഈ റേറ്റ് കട്ട് തീർച്ചയായിട്ടും വരുന്നതാണ് പ്രതീക്ഷിച്ചത്. ഞാനിപ്പോൾ അതേപോലെ തന്നെ ബിസിനസ് സ്റ്റാൻഡേർഡ് പത്രത്തിന് നോക്കുകയാണെങ്കിൽ അവരും ഏതാണ്ട് 12 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എക്കണോമിസ്റ്റുകളെ അവരൊരു പോളും ഒരു സർവേ എടുത്തപ്പോൾ അതിൽ 7 ആൾക്കാരും പറയുന്നത് നോ റേറ്റ് കട്ട് എന്നുള്ള രീതിയിൽ. അതിൻ്റെ അർത്ഥം എന്താ? ഏതാണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആയി എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കറിയാലോ ഓഗസ്റ്റ് മുതൽ RBI ഏതാണ്ട് 100 ബേസിസ് പോയിന്റ്സ് അഥവാ 1% പോയിന്റിന്റെ റേറ്റ് കട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് കാരണം ആ റേറ്റ് കട്ട് 1% റേറ്റ് കട്ട് അല്ലെങ്കിൽ 100 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ട് കാരണം ഈ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസിന്റെ അതായത് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ലോൺസിന്റെ റേറ്റ് ഏതാണ്ട് 54 ബേസിസ് പോയിന്റ്സ് 54 ബേസിസ് പോയിന്റ്സ് ഡൗൺ ആയിരിക്കുന്നു. അതായത് ആ ട്രാൻസ്മിഷൻ നടന്നിരിക്കുന്നു എന്നുള്ള കാണിക്കുക. ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റോ ഓൾറെഡി ബുക്ക് ചെയ്ത ഡെപ്പോസിറ്റ്, ആൾക്കാർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ബാങ്ക് ഡെപ്പോസിറ്റിലെ റേറ്റ്സ് 20 BPS താന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇനി അതേ സമയത്ത് ഈ ഓഗസ്റ്റിലാണല്ലോ ഈ പറഞ്ഞേക്കണേ, ഇതൊക്കെ ഞാൻ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞത്.
ഓഗസ്റ്റിന് ശേഷം പുതിയതായിട്ട് കൊടുത്ത സാധനങ്ങളിലാണെങ്കിൽ ഫ്രഷ് ലോൺസിലാണെങ്കിൽ 100 ബേസിസ് പോയിന്റ്സ് ഡൗൺ ആണ് റേറ്റ്സ്. ഫ്രഷ് ലോണിൽ 100 ബേസിസ് പോയിന്റ്സ് ഡൗൺ ആണ്. അതേസമയം ഫ്രഷ് ഡെപ്പോസിറ്റിൽ ഏതാണ്ട് 89 ബേസിസ് പോയിന്റ്സിൽ ഡൗൺ ആണെന്നാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങിലും ഫ്രഷിലും നടന്നിരിക്കുന്നു എന്നുള്ളൊരു ഫിഗറാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഇതിനകത്ത് വരുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ GDP 8.2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെ ഒരു അപ്ഗ്രഡേഷൻ നടത്തും. അതായത് GDP ഗ്രോത്തിലും കൂടെ ഒരു അപ്ഗ്രഡേഷൻ നടത്തും. ഒരു ഫുൾ ഇയർ GDP ഗ്രോത്തിൻ്റെ കാൽക്കുലേഷനും കൂടെ മാറണമല്ലോ. കാര്യം ഈ വന്നിരിക്കുന്ന ഫിഗർ എല്ലാവരെയും ഞെട്ടിച്ചു. അപ്പോൾ കോർപ്പറേറ്റ് ഏർണിങ്സിൽ മാത്രമല്ല ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ GDP ഗ്രോത്തിൻ്റെ എസ്റ്റിമേറ്റും ഇനി വരും ദിവസങ്ങളിൽ മാറിയുള്ളൊരു ഫിഗേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ SBIയുടെ തന്നെ സൗമ്യകാന്ത് ഘോഷ്, ഞാൻ കുറച്ചൊന്ന് വാച്ച് ചെയ്യുന്ന ഒരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഏതായാലും Q3 7.5 to 7.7%, Q4 7% ആവാനാണ് സാധ്യത എന്നുള്ള. ഇനിയിപ്പോൾ പല ആൾക്കാരും അത് പറയും, നമുക്കത് ക്ലോസ്ലി വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് S&P 500 0.5% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.7%, ഡൗ ജോൺസ് 0.6%. ഒരു ട്രങ്കേറ്റഡ് ട്രേഡിംഗ് ഡേ ആയിരുന്നു വെള്ളിയാഴ്ച, നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതെന്താണ്, ഇന്റൽ ഏതാണ്ട് ആ ദിവസം 10.6% കയറി, NVIDIA നിയർലി 2%, 1.99% ഡൗൺ ആയിരുന്നു എന്നുള്ള. ഇനി വീക്കെൻഡ്, അതായത് ഈ വീക്കെൻഡിൽ OPEC പ്ലസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓയിലാണ്. കാര്യം ഇതിനു മുമ്പേ നമ്മൾ പറഞ്ഞതും, കാരണം OPEC പറഞ്ഞിരുന്നത് എന്താ, ഞങ്ങൾ ഏതാണ്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ അറിയിച്ചിരുന്നത്. ബട്ട് ഈ വീക്കെൻഡ് നടന്ന OPEC പ്ലസിൻ്റെ മീറ്റിംഗിൽ അവർ പറയുന്നത് വെച്ചാൽ പ്രൊഡക്ഷൻ റിമെയിൻസ് അൺചേഞ്ച്ഡ്. നേരത്തെ അവർ പറഞ്ഞത് എന്താ, കൂടുതൽ സപ്ലൈ അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ഇപ്പം അതൊന്ന് വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് വരേണ്ടതെന്ന് നമുക്ക് നോക്കണം. ബട്ട് ക്രൂഡ് ഏതാണ്ട് $63 പെർ ബാരലിൻ്റെ അവിടെ തന്നെ ബ്രെൻഡ് അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ള. പിന്നെ ഇതിനൊരു പക്ഷേ എന്തുകൊണ്ട് ക്രൂഡ് കയറുന്നില്ല എന്ന് വെച്ചാൽ മാർക്കറ്റ് മേ ബി ഫാക്ടറിങ് ഇൻ റഷ്യ-യുക്രൈൻ പീസ് ഡീൽ നടക്കുകയാണെങ്കിൽ ഓയിൽ പ്രൈസസ് ഡിപ്രസ്ഡ് ആയിട്ട് തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മോർ സപ്ലൈ. കാര്യം ഇപ്പോൾ സാങ്ഷൻ ചെയ്തിരിക്കുന്ന റഷ്യൻ ഓയിൽ ഉണ്ടല്ലോ, റോസ് നെഫ്റ്റിൻ്റെയും ലൂക്ക് ഓയിലിൻ്റെയും, ആ ഓയിലും കൂടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ദ ഓയിലിൻ്റെ ആ സപ്ലൈ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത് മാത്രമല്ല, യുറാൽ ക്രൂഡ് എന്ന് പറയുന്ന റഷ്യ ഡിസ്കൗണ്ടിലും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഓയിൽ പ്രൈസസ് മേ ലുക്ക് ഡിപ്രസ്ഡ് എന്നുള്ളതാണ്. പിന്നെ ചെറിയൊരു കാര്യം, ചൈനയെ സംബന്ധിച്ചോളം മാനുഫാക്ചറിങ് PMI 49.2 വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളല്ല ചൈനയിൽ വരുന്നത്. അതായത് PMI എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്നാണ് ആ ഫിഗറിനെ പറയുന്നത്. അത് ഈ ഹെൽത്ത് ഓഫ് മാനുഫാക്ചറിങ് സെക്ടറിനെയാണ് കാണിക്കുന്നത്. PMI ഡേറ്റ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് സെക്ടറിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അതിനെ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയോ വിഷ്ണു, എബോവ് 50 എന്ന് പറയുന്ന ഫിഗർ ആണെങ്കിൽ എക്കണോമി ഈസ് എക്സ്പാൻഡിങ് ആണ്. 50 ആണെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ആണ്. എന്നാൽ 50ക്ക് താഴെയാണെങ്കിൽ എക്കണോമി കോൺട്രാക്ട് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ 49.2, ഈ 49.2 എന്ന് പറഞ്ഞാൽ മുൻ മാസത്തെക്കാളും നല്ലതായിരുന്നു. കാര്യം മുൻ മാസം 49 ആയിരുന്നു. അതിൽ നിന്നൊരു ഇമ്പ്രൂവ്മെന്റ് 49.2 ഉണ്ടെങ്കിൽ പോലും 50ക്ക് താഴെ നിൽക്കുന്നു എന്ന് പറയുന്നത് എക്കണോമി 8th സ്ട്രേറ്റ് മന്തിന്റെ കോൺട്രാക്ഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ള. അപ്പോൾ ഈ ലോങ്കസ്റ്റ് സ്ലംബ് ഓൺ റെക്കോർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചൈനയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ് വിഷ്ണു, മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ട് എഞ്ചിനാണ് ചൈന. ഈ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ട് എഞ്ചിൻ അതാണ് സ്ട്രക്ചറലി ഇപ്പോൾ വീക്ക്നെസ് ആയിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ മാനുഫാക്ചറിങ്ങിനെയും എക്സ്പോർട്ടിങ്ങിനെയും ഹിറ്റ് കിട്ടുക ചൈനയിൽ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തിന് അടി കിട്ടിയ പോലെയാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ തിങ്സ് ആർ നോട്ട് റോസി ദെയർ എന്നുള്ളത്. അതുമാത്രമല്ല ചൈനയിലെ സർവീസസ് PMIയും ഏതാണ്ട് 50ക്ക് താഴെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ജപ്പാനിൽ നിന്ന് ചെറിയൊരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ഉണ്ട്. കാര്യം എൻകേരി ട്രേഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ്. ജാപ്പനീസ് FM പറയുന്നത് വീക്കനിങ് ഓഫ് യെൻ എന്ന് പറയുന്നത് അവരുടെ കറൻസി വീക്കൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇറാറ്റിക് മൂവ്മെന്റ്സ് ഇൻ കറൻസി കോൾഡ് യെൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽസ് ഡ്രൈവ് ചെയ്തിട്ടല്ല എന്നുള്ളതാണ് അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്. അവർ മിക്കവാറും ഇൻ്റർവീൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് സ്റ്റെബിലൈസ് ചെയ്യാൻ അവർ ഇൻ്റർവീൻ ചെയ്യാൻ അവിടുത്തെ സെൻട്രൽ ബാങ്ക് ഓഫ് ജപ്പാനുണ്ട്, ജാപ്പനീസ് സെൻട്രൽ ബാങ്ക്, അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള പറയുന്നു. പിന്നെ US നിന്ന് വരുന്ന ഡീറ്റെയിൽ അനുസരിച്ച് ട്രംപ് പറയുന്നത് ഹി ഹാഡ് മെയ്ഡ് എ ഡിസിഷൻ ഹൂ വിൽ ബി ദ നെക്സ്റ്റ് ഫെഡ് ചീഫ് എന്നുള്ളത്. അതായത് മെയ് 2026 ജെറോം പവലിൻ്റെ കാലാവധി തീരുന്നതെന്നുള്ള. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഏതാണ്ട് 500 NSE സ്റ്റോക്കിൽ, ടോപ്പ് 500 സ്റ്റോക്കിൽ NSEയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2024 കറക്ഷൻ തുടങ്ങിയതിന് ശേഷം ഇന്നേ വരെ ആ 500 സ്റ്റോക്കിൽ ഈ 170 മാത്രമേ
ഹയർ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. പിന്നെ വിൻ്റർ സെഷൻ ഓഫ് പാർലമെൻറ്റ് ഇന്ന് തുടങ്ങുകയാണ്. ഏതാണ്ട് 10 കീ ബിൽസ് അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ബില്ല് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ചെറിയൊരു, അതായത് ഇൻഷുറൻസ് അമെൻമെൻറ്റ് ബില്ലാണ്. ഈ ഇൻഷുറൻസ് അമെൻമെൻറ്റ് ബില്ല് ചെറിയ രീതിയിൽ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് നെഗറ്റീവായിട്ട് വരാം. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലേ ചെയ്യുന്ന കമ്പനികൾക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വന്നേക്കാം. ഞാനതൊന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ലാർജ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് ഇനി ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കയറാം. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ലാർജ്, അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കയറാം. ബട്ട് ചെറിയ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്ക് മിക്കവാറും ഈ ലാർജ് ആയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലേക്ക് കയറാൻ വലിയ പാടാണ്. അപ്പോൾ കോമ്പോസിറ്റ് ലൈസൻസ് വന്നാൽ രണ്ടുപേർക്കും രണ്ടും ചെയ്യാമെന്ന് പറയുമെങ്കിലും ലൈഫ് ഇൻഷുറൻസിന് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കയറാനായിരിക്കും എളുപ്പം, ഹെൽത്ത് ഇൻഷുറൻസിൽ ലൈഫിനെ കാട്ടിലും. അപ്പം അതൊരു സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിന് നെഗറ്റീവായിട്ട് വന്നേക്കാം എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, രണ്ടാമത് ഈ അമെൻമെൻറ്റ് ബില്ല് വരുന്ന 100% FDI ഇൻഷുറൻസ്. 100% FDI ഇൻഷുറൻസ് വരുമ്പോൾ കോമ്പറ്റീറ്റീവ് പ്രഷർ ഭയങ്കരമായിട്ട് മാർക്കറ്റിലേക്ക് വരും, ബിസിനസ് സ്കാറ്റേഡ് ആയി പോകുന്നുള്ള. പിന്നെ നമ്മളൊരു ഇൻഷുറൻസ് കമ്പനി തുടങ്ങാനുള്ള ഇനിഷ്യൽ ക്യാപിറ്റലും നെറ്റ്വർത്ത് റിക്വയർമെൻറ്റും ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നു എന്നുള്ള, അതും കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻ ടോട്ടോ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിന് ചെറിയൊരു പ്രശ്നം വന്നേക്കാം. പക്ഷെ സെക്ടറിന് നല്ലതാണ്, ഓൾ ടുഗദർ സെക്ടറിന് നല്ലതാണ്. ബട്ട് ചില കോമ്പറ്റീറ്റീവ് പ്രഷർ ചില കമ്പനിക്ക് ആയിക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആരായിരിക്കും? ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി, ഇത് റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല, PB ഇൻഫോടെക് ആവാനുള്ള പോളിസി ബസാർ. കാര്യം എന്നറിയോ, അവരുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 20% ഓഫ് ഇൻകം ആണ് അവരുടെ കോൺട്രിബ്യൂഷൻ. എന്നാൽ വാല്യൂ കോൺട്രിബ്യൂഷനോ 60% ആണെന്ന്. അപ്പോൾ ടു മെനി പ്ലെയേഴ്സ് കമ്മിങ് ഇൻ ടു ദ ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റം ക്യാൻ ബി ബെനിഫിഷ്യൽ ഫോർ പോളിസി ബസാർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ഇപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. നമുക്കിനി വരാൻ പോണ ദിവസങ്ങളിൽ ക്യൂസ് എന്ന് പറയുന്നത് GST കളക്ഷൻ, ഓട്ടോ സെയിൽസിൻ്റെ ഏതാണ്ട് നമ്മൾ ഈ GSTയുടെ ആ ഒരു പമ്പ് സെയിൽസ് ഇനിയും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഓട്ടോ ഫിഗേഴ്സ് നമുക്ക് തരാൻ പോകുന്നത്. പിന്നെ RBI പോളിസി ഫ്രൈഡേ വരാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഈ വീക്കിലെ ക്യൂസ് എന്ന് പറഞ്ഞു വെച്ചിട്ട് നമുക്കൊന്ന് മാർക്കറ്റിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അടുത്തൊരു സെഗ്മെൻറ്റിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. ഇന്ന് പ്രേക്ഷകർക്കായിട്ട് ഏത് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സാണ് സാറിന് പങ്കുവെക്കാനുള്ളത്? വിഷ്ണു, ആദ്യം തന്നെ ചെറിയൊരു കാര്യം, ഒരു റിക്വസ്റ്റ് നമ്മുടെ പ്രേക്ഷകരോട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനർജിയാണ് നമ്മളെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിലും നമ്മൾ 100 വട്ടം നമ്മൾ പറയുന്നു, ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഓരോ ബിസിനസ് നമ്മൾ പറഞ്ഞ് അനലൈസ് ചെയ്യുന്നു, അല്ലേ വിഷ്ണു? ആ പറയുന്നത് ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു സോളിസിറ്റേഷനോ ഒരു അഡ്വൈസോ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിലെ വാല്യുവേഷനോ ട്രേഡിംഗ് സെറ്റപ്പോ നോക്കിയിട്ടല്ല. നമ്മൾ ഇതിനെ ഒരു നോളജ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആക്കി, എന്താ പറയുക, ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകരെടുത്ത് പറഞ്ഞു കൊടുക്കാൻ വെച്ചാൽ പല പ്രേക്ഷകരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ റിയൽ ലൈഫും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിൽ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തീം നമ്മുടെ ജനങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി. അതായത് നമ്മൾ രാവിലെ പല്ല് തേക്കുമ്പോൾ കോൾഗേറ്റ് ഇട്ടാണ് പല്ല് തേക്കുന്നതെങ്കിൽ, മുഖം കഴുകുന്നത് ഫേസ് വാഷ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും യൂണിലിവറിൻ്റെ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ, നമ്മൾ ചായ കുടിക്കുന്നത് നെസ്കഫെ ആണെങ്കിൽ നെസ്ലയുടെ ഒരു പ്രോഡക്റ്റ് ആവുകയും, നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂവും സോപ്പും ഒക്കെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെയോ ഗോദ്രേജോ ആവുമെങ്കിൽ, നമ്മളിരുന്ന ഷർട്ടുകൾ ഏതാണ്ട് ആദിത്യ ബിർളയുടെയോ അരവിന്ദ് മിൽസിൻ്റെ, അതായത് ആരോ ആവാം, പീറ്റർ ഇംഗ്ലണ്ട് ആവാം, ലൂയി ഫിലിപ്പ് ആവാം, വാൻ യൂസൻ ആവാം, ഇടുന്ന ഷൂ ബാറ്റ ആണെങ്കിൽ, അങ്ങനെ ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അത് ഏതാണ്ട് ഹ്യുണ്ടായുടെ ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ ആവാം, മാരുതിയുടെ ആവാം. ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസ് ബിൽഡിംഗ് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ബ്രൂക്ക് ഫീൽഡിൻ്റെ ഈ പറയുന്ന REIT ആവാം, അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്ത് LNT ആവാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിളിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഗ്രീൻ പ്ലൈ എന്ന് പറയുന്ന കമ്പനിയുടെ ആവാം, അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന അഡിസീവ് എന്ന് പറയുന്ന പിഡിലൈറ്റിൻ്റെ ആവാം. ഈ കമ്പ്യൂട്ടർ നമ്മളിലേക്ക് കൊണ്ടെത്തിച്ച അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചത് റെഡിങ്ടൺ എന്ന് പറയുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കമ്പനി ആവാം. ഇങ്ങനത്തെ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്ന സാധനമാണ് എന്ന് പറയുന്ന ഒരു തോട്ട് പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിക്കുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ വാല്യുവേഷനോ ഇതിൻ്റെ PO കാരണം വലുതാണ് ചെറുതാണ്, ഇത് ലാർജ് ക്യാപ്പ് അല്ലേ സ്മോൾ ക്യാപ്പ് അല്ലേ, അങ്ങനെ ഒരു ചിന്തയെ ആൾക്കാർ വരുന്നത്. ഞാൻ 2-3 കണ്ടത് വിത്ത്
ഡ്യൂ റെസ്പെക്ട് കേട്ടോ, ഞാനിത് ഒരു ആക്ഷേപമായിട്ട് പറയുകയല്ല, ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്പോട്ട്ലൈറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതിനേക്കാട്ടിലും ബെറ്റർ മറ്റേതാണെന്ന് പറയാൻ നമ്മൾ ഇതിനൊരു റെക്കമെൻഡേഷൻ ആയിട്ടേ പറഞ്ഞിട്ടില്ല. നമ്മളിത് റെക്കമെൻഡേഷൻ ഇല്ല, ചിലപ്പോൾ ആയിരിക്കാം ഇതിനേക്കാട്ടിലും ബെറ്റർ ആയിരിക്കാം മറ്റേ കമ്പനി. എന്നാൽ ഈ പറയുന്ന പല ബെറ്റർ എന്ന് പറയുന്ന പ്രേക്ഷകരെ നമ്മുടെ മുന്നിലോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെയൊക്കെ കടവും റിസീവബിൾസും ഒക്കെ ഇതിനേക്കാളും ഒക്കെ വളരെ കൂടുതൽ. ഞാൻ അതിൽ തർക്കിക്കാനില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ദയവ് ചെയ്ത് ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ടോ സോളിസിറ്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് മേടിക്കാൻ പറയുന്ന ഒരു ജേർണലിസ്റ്റ് കമ്പനിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു മീഡിയ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിരിക്കുന്ന മീഡിയക്കാർക്ക് ജേർണലിസ്റ്റുകാർക്ക് ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് പോലും ഞങ്ങൾ പറയാൻ പാടില്ല. മാനേജ്മെന്റ് പറയുന്ന കാര്യം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, പുറത്തു വന്ന ഡേറ്റാസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. കാര്യം ഇതെല്ലാം പബ്ലിക് ഇൻഫർമേഷൻ. അതിൽ കൂടുതലുള്ള മാൻഡേറ്റ് നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും പറയുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ നിരീക്ഷണത്തിലും ശിക്ഷണത്തിലും മാത്രം ചെയ്യാന്നുള്ള. ഞാൻ ഓഫ് ലൈറ്റ് കണ്ട നമ്മളെ സ്ഥിരമായിട്ട് അറിയുന്ന ആൾക്കാർ നമ്മുടെ പ്രേക്ഷകരാണ് നമ്മുടെ സ്ട്രെങ്ത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. വി റെസ്പെക്ട് വിത്ത് ഓൾ ഹ്യൂമിലിറ്റി. ക്രിറ്റിസിസവും എല്ലാ കാര്യവും പലരും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ക്ഷമിക്കണം, ഞങ്ങളുടെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് വളരെ പൊളൈറ്റ് ആയിട്ടാണ് പറയുക. കാര്യം നമ്മൾ വളരെ ചെറിയ ആൾക്കാരാണ്, വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആൾക്കാരാണ്. നമ്മൾ വിചാരിച്ചാൽ മാർക്കറ്റിനെ ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അടുത്ത കാലത്ത് വരുന്ന പല സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിന്റെയും അടിയിൽ വരുന്ന കമന്റ് ഇതിനേക്കാളും ബെറ്റർ ഇത് മേടിക്കുന്നതാണെന്ന് പറയാൻ ഞങ്ങൾ ഇത് മേടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആദ്യം തൊട്ടുള്ള പ്രേക്ഷകർക്ക് ഇത് കൃത്യമായിട്ട് പുതിയതായിട്ട് വരുന്നവർ ഇതിനെ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് വെച്ചാൽ പലരും ഇതിനെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പ്രോഗ്രാം ഷോർട്ടൻ ചെയ്തുകൂടാ. ഞങ്ങളൊരു വ്ളോഗർ അല്ല, ഞങ്ങളൊരു ഇൻഫ്ലുവൻസർ അല്ല, ഞങ്ങളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. മറ്റുള്ള ഏത് മെയിൻ ലൈൻ ചാനലുകളെ പോലും മനോരമ, ഏഷ്യാനെറ്റ്, 24 ന്യൂസ് അല്ലെങ്കിൽ റിപ്പോർട്ടർ TV, മീഡിയ വൺ അല്ലെങ്കിൽ ജനം TV എന്നൊക്കെ പറയും, മാതൃഭൂമി ന്യൂസ് എന്നൊക്കെ പറയും പോലെ ഒരു ചാനലാണ് മൈഫിൻ TV. അതിൽ അവർക്കെല്ലാവർക്കും അവരുടെ ഒരു പ്രൈം ഷോ ഉണ്ട്, 1 മണിക്കൂർ വരുന്നത്. അതിൽ ഡിബേറ്റ്, ഡിസ്കഷൻ എല്ലാം വരുന്നത് കറണ്ട് അഫയേഴ്സിലാണെങ്കിൽ ഞങ്ങളുടെ മൈഫിനിൽ വരുന്നത് ഈ പറയുന്ന പോലെ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്, ഫിനാൻസ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ്. ആ ന്യൂസിന്റെ പുറകിലുള്ള ബേസിക്സ് എന്താണെന്ന് പഠിപ്പിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടും അത് റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, ഒരു ഫിഗർ ഇപ്പം നമ്മൾ GDP പറഞ്ഞു, അതിന്റെ പുറകിലുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള. അത് 1 മണിക്കൂറാണ് ആ പരിപാടി എന്നുള്ളത്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഞാനും വിഷ്ണു ഇരുന്ന് വരുന്ന ഒരു ടോക്ക് വരുന്നുണ്ട്. അത് കൂടാതെ നമ്മളിത് ലൈവ് അപ്ഡേറ്റ് മാർക്കറ്റിന് എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല മാർക്കറ്റിൽ സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെയോ ഒരു ടെക്നിക്കൽ മാർക്കറ്റിന്റെ ഔട്ട്ലുക്കും കൂടെ നമ്മൾ അവതരിപ്പിക്കുന്നു. ഇതെല്ലാം കൂടെ ചേർന്നാണ് 1 മണിക്കൂർ വന്നത്. ദൈവത്തെ ഓർത്ത് ഇതിനെ ഷോർട്ടൻ ചെയ്യാൻ പറയരുത്. കാര്യം ഞങ്ങളെ ഒരു വ്ളോഗറായിട്ടോ ഇൻഫ്ലുവൻസർ ആയിട്ടോ നിങ്ങൾ കണക്കാക്കരുത്. ഞങ്ങൾ ഒരു 1 hour TV ഷോ നടത്തുന്ന പ്യുവർ പ്ലേ കേരളാസ് ഫസ്റ്റ് ഡിജിറ്റൽ OTT മീഡിയ ചാനലാണെന്ന് ഞങ്ങൾ ഒന്നുകൂടി അറിയിച്ച് നമുക്കൊന്ന് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് പോകാമെന്നുള്ള. വിഷ്ണു, ഇത് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ കാലത്ത് അടുത്ത കാലത്ത് ഭയങ്കര രീതിയിലുള്ള ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും ഞാനിപ്പോൾ ഒരു വലിയൊരു ഏതാണ്ട് 52 കൊല്ലമായിട്ട് ഞാൻ ഒരു എന്താ പറയുക നമ്മുടെ കമ്മ്യൂണിറ്റിയെ കണ്ട് നോക്കുന്നതാണ്. അതായത് ഒരുപാട് പേര് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറി എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. രാവിലേക്ക് എണീക്കാൻ നേരത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് കാര്യങ്ങൾ ഞാൻ രാവിലെ നോക്കാൻ നേരത്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എന്താ രാവിലെ 5 മണിക്കൊക്കെ നമ്മൾ പുറത്ത് നോക്കിയാൽ നടക്കാൻ ഇറങ്ങുന്നവരുണ്ട്, റണ്ണിങ്ങിന് ഇറങ്ങുന്നവരുണ്ട്, സൈക്ലിംഗ് ചെയ്യുന്നവരുണ്ട്, ജിം വർക്കൗട്ടിന് പോകുന്നവരുണ്ട്, കാർഡിയോ എക്സസൈസ് ചെയ്യുന്നവരുണ്ട്, കലസ്തനിക്സ് ഉണ്ട്, ക്രോസ് ബോഡി ട്രെയിനിങ് ഉണ്ട്, വെയിറ്റ് ട്രെയിനിങ് ഉണ്ട്, സൂംബയുണ്ട്, ബച്ചാത്തയുണ്ട്, ലൈക്ക് വൈസ് എക്സെട്ര ആൻഡ് എക്സെട്ര ആൻഡ് എക്സെട്ര. ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി രാവിലെ നടത്താനായിട്ട് ആൾക്കാർ വരുന്നു. അതായത് നമ്മളിപ്പോൾ എറണാകുളത്ത് തന്നെ നമ്മൾ രാവിലെ നോക്കുകയാണെങ്കിൽ എന്തോരം പേരാണ് ആ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് റോഡിൽ ഇറങ്ങുന്നത്. വളരെ നല്ലവരായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആ കൾച്ചറിൽ നല്ലൊരു ചേഞ്ച് വന്നത് കാരണം പീപ്പിൾ ഹാവ് ടേൺ ടു വെൽനെസ് ഡ്രിവൺ ഹെൽത്ത് കെയർ. വെൽനെസ് കൊണ്ടുള്ള ഒരു ഹെൽത്ത് കെയറിലേക്ക് പീപ്പിൾ പോയിരിക്കുന്നു എന്നുള്ള, പണ്ടത്തേനേക്കാളും ഒരുപാട് അവയർനെസ് ആൾക്കാരിലേക്ക് വന്നു എന്നുള്ള. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കൂടെ പോവുകയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം റീലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രോഡക്ട്സ്, പുതിയതായിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സിനെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഒരു ജിം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്കൗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റീല് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പിന്നെ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അനലിറ്റിക്സ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അതായിരിക്കും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അതിലിപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുതിയതായിട്ടുള്ള പ്രോഡക്റ്റ് ഞാനും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം സൈഡസ് എനിക്ക് തോന്നുന്നു ആ ഒരു കമ്പനിയുടെ ആ ഒരു പ്രോഡക്റ്റ് അല്ലേ റൈറ്റ് ബൈറ്റ് ഞാൻ ഇവിടെ കാണിച്ചതാണ്. അതേപോലുള്ള പ്രോട്ടീൻ ബാർസ് അല്ലേ, ഇലക്ട്രോലൈറ്റ് ടാബ്ലറ്റ്സ്, സ്ലീപ്പ് ഗമ്മീസ്, പ്രോബയോട്ടിക് ഡ്രിങ്ക്സ്, സൂപ്പർ ഫുഡ്സ്,
കൊളാജിൻ ബ്ലെൻസ്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ കൊളാജിൻ ബ്ലെൻസ് ഒക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് ഹെൽത്തി FMCG എന്നാണ്. ഹെൽത്തി കാറ്റഗറിയാണ് FMCGയിൽ എന്നത്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴേ അതൊരു വലിയൊരു ഹെൽത്ത് ഫ്രീക്കാണ്. എൻ്റെ അതേ പ്രായം തന്നെയാണ്, ഏതാണ്ട് 52 വയസ്സായി. അപ്പോൾ പുള്ളിക്കാരൻ്റെ അവിടെ പോയപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്നെ കാണിച്ചത്, അതിൻ്റെ പേര് പവർ ഗമ്മീസ് എന്നാണ്. ഈ പവർ ഗമ്മീസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റാണ്. അതായത് ഒരു ചൂവബിൾ ഗമ്മീസാണ്. അതായത് നമ്മൾ വായിലിട്ട് ചൂ ചെയ്യുക എന്നുള്ളത്. അതൊരു ഡയറ്ററി സപ്ലിമെൻ്റ് ആണ്, അല്ലാണ്ട് ഒരു കോൺഫെക്ഷണറി ഗം അല്ല. കോൺഫെക്ഷണറി ഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബബിൾ ഗം, ചൂയിങ് ഗം എന്ന് പറയുന്ന പോലെ ഒരു ഗം അല്ല. ഒരു ഡയറ്ററി സപ്ലിമെന്റ് ച്യൂവബിൾ ഫോർമാറ്റിൽ തന്ന് നമ്മൾ കഴിക്കുന്നു. ആ കമ്പനിയുടെ പേരാണ് ഈ പറയുന്ന പോലെ പവർ ഗമ്മീസ് എന്ന് പറയുന്നത്. അത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. എന്തിനൊക്കെയാണെന്ന് അറിയോ? അതായത് പല ടൈപ്പിൽ, പല കളറിൽ അവർ പല എന്താ പറയുക കണ്ടെയ്നേഴ്സിലാണ് തരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഗോർജിയസ് ഹെയർസ് ആൻഡ് നെയിൽസ്, നല്ല തിളങ്ങുന്ന എന്താ പറയുക നെയിൽസും പിന്നെ നല്ല ഹെയർ ഗ്രോത്തും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ്. വെയിറ്റ് മാനേജ്മെന്റിന് വേറൊരു പ്രോഡക്റ്റ്. നല്ല സ്കിൻ, നല്ല ഗ്ലോയി ആൻഡ് ക്ലിയർ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പ്രോഡക്റ്റ്. നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടി വേറെ വലിയൊരു പ്രോഡക്റ്റ്. അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യണമെന്ന് വെച്ചാൽ ദീസ് ഗമ്മീസ്, ഈ ഗമ്മീസ് എന്ന് പറയുന്ന സാധനം വെജ് പ്രോഡക്റ്റ് ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്. അതായത് നോ ആനിമൽസ് ഗോട്ട് ഇൻജേർഡ് ഇൻ ദ പ്രോസസ് എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഹോർമോൺസ് യൂസ് ചെയ്തിട്ടില്ല ഇതിൽ. ജലറ്റിൻ ഫ്രീ ആണ്, ഗ്ലട്ടൺ ഫ്രീ ആണ്, സീറോ ആഡഡ് ഷുഗർ ആണ്, ടേസ്റ്റി ആണ്, ഡെലീഷ്യസ് ആണ്, ഫോർ ഹിം ആൻഡ് ഹെർ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഈ കമ്പനിയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ദിവിജ് ബജാജ്, ഫൗണ്ടർ ആൻഡ് CEO ആണ്. കോ ഫൗണ്ടർ ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അങ്കിത ചൗധരി ആണെന്നുള്ളത്. ഈ കമ്പനി പറയുന്നത് വെച്ചാൽ ഏതാണ്ട് ഇതുവരെ 4 മില്യൺ ഗമ്മീസ് സെല് ചെയ്തിട്ടുണ്ടെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത്. അതിൽ 95% പോസിറ്റീവ് റിസൾട്ട്സ് ആണ് യൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ പവർ ഗമ്മീസ്, ഞാൻ ഒരു കാര്യം കൂടെ ഒരു ഡിസ്ക്ലൈമർ പറയാം മൈഫിന്റെ ഭാഗത്തുനിന്ന്, ഈ പ്രോഡക്റ്റിന് നമുക്ക് യാതൊരു അസോസിയേഷനും ഇല്ല. അതിന്റെ ഔട്ട്കമ്മിന് ഞങ്ങൾ ഉത്തരവാദിയുമല്ല. ഞാൻ ഈ പറയുന്നത് ഒരു പുതിയ ഒരു ന്യൂ ഏജ് പ്രോഡക്റ്റ് ഇറക്കുന്ന ഒരു കമ്പനിയുടെ ഗ്രോത്ത് ആണ്. ഈ പവർ ഗമ്മീസിന്റെ ഓൺലൈൻ സെയിൽസ് ലാസ്റ്റ് 2 മാസം 4 മാസം കയറി. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ നേരിട്ട് കണ്ട ഒരു അനുഭവം വെച്ചിട്ട് ഈ പവർ ഗമ്മീസിന്റെ ഗ്രോത്തും പ്രോഡക്റ്റും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. ബട്ട് ഈ വക പ്രോഡക്റ്റിനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്ന് അറിയോ? ന്യൂട്രാസ്യൂട്ടിക്കൽസ്. ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ഇത് ഇരിക്കുന്ന സ്ഥലം വളരെ രസകരമായിട്ടുള്ള കാര്യം. അതായത് ഫുഡിൻ്റെയും മെഡിസിൻ്റെയും ഇടയിലാണ്. അതായത് ഇത് ഫുഡും അല്ല മെഡിസിനും അല്ല, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സാധനമാണ്. അതായത് ഇവർ ഡ്രഗ് അല്ല, റെഗുലർ പാക്കേജ്ഡ് ഫുഡും അല്ല. ഇവരാണ് പ്രോസസ്ഡ് ന്യൂട്രീഷണൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണ്? വെൽനസ്, റിക്കവറി, എനർജി, ഇമ്മ്യൂണിറ്റി, ഈ വക കാര്യങ്ങൾക്കാണ് ഇതിന് യൂസ് ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസിന് പറയുന്നത്. അതായത് ഗ്ലോബൽ ന്യൂട്രാസ്യൂട്ടിക്കൽ മാർക്കറ്റ്സിന് പറയണത് ഏതാണ്ട് 2024 49.7 lakh crore ആവുന്നത് ഇപ്പം 2030 ആകുമ്പോഴത്തേക്കും 77.3 lakh crore ആവും ഗ്ലോബലി ഇതിൻ്റെ ഗ്രോത്ത് എന്നാണ് സാധാരണ ഓരോ റിപ്പോർട്ടുകൾ നമ്മുടെ അടുത്ത് അറിയിക്കുന്നത്. അതുമാത്രമല്ല ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 2024 2.7 lakh crore ആണ്. ഇനി കൂടുതൽ ആൾക്കാർ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറുമ്പോഴത്തേക്കും ഈ 2.7 lakh crore എന്നുള്ളത് 3 times ഒക്കെ ഉയർന്ന് 6.3 lakh crore ആവും 2030. അതാണ് ആ ന്യൂട്രാസ്യൂട്ടിക്കൽ മാർക്കറ്റിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരുപാട് ബ്രാൻഡ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്, ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രോട്ടീൻ ബാർ, പ്രോബയോട്ടിക് ഡ്രിങ്ക്, എന്തെല്ലാം സാധനങ്ങൾ അതിനകത്ത് ഉണ്ടെന്നുള്ളത്. ബട്ട് ഇത് പല ബ്രാൻഡുകളും അവർക്ക് നേരിട്ടായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അവർക്ക് വേണ്ടിയിട്ട്, അങ്ങനത്തെ കമ്പനികൾക്ക് വേണ്ടിയിട്ട്, അങ്ങനത്തെ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ സ്പോട്ട് ലൈറ്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ CDMO പ്ലെയർ എന്നാണ് അവരെ പറയുന്നത്. അതായത് കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിങ് പ്ലെയർ ഫോർ ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അതാണ് അതിൻ്റെ CDMO പ്ലെയർ ഫോർ ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അതാണ് നമ്മുടെ ഇന്നലത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ് തന്നെ. ആ ബിസിനസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് FY 2026, അതായത് ഇപ്പോൾ 2 ക്വാർട്ടർ കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞല്ലോ, അതിൽ അവർക്ക് ഏതാണ്ട് സെയിൽസിന്റെ ഗ്രോത്ത് 39%, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 61%, പാറ്റ് 78% ഗ്രോ ചെയ്തു എന്നുള്ള. അത് മാത്രമല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി 22%, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 29%, പാറ്റ് മാർജിൻ 55%, അസറ്റ് ടേൺ ഓവർ 5.5 times എന്നാണ്. അതായത് ഭേദപ്പെട്ട ഫണ്ടമെന്റൽ ഫിനാൻഷ്യൽസും കൂടെ ഈ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? വളരെ റീസെൻ്റ്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള വെൽനസ് ഡ്രിവൺ കോൺട്രാക്ട് മാനുഫാക്ചറിങ് കമ്പനിയായ ഇൻഫ്ലെക്സ്
ഹെൽത്ത് ടെക് ലിമിറ്റഡ്. അതാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. അതായത് ഇൻഫ്ലെക്സ് ഹെൽത്ത് ടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഫസ്റ്റ് ഹാഫ് ഓഫ് FY26 നോക്കുകയാണെങ്കിൽ അവരുടെ കമ്പനിയുടെ പ്രസന്റേഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 90% ഈ ഡയറ്ററി ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ് അവരുടെ റവന്യൂ. 90%. 5% അവർക്ക് കോസ്മെറ്റിക്സിൽ നിന്ന് വരുന്നുണ്ട്, 4% ആയുർവേദ ആൻഡ് ഹെർബൽ പ്രോഡക്ട്സിൽ നിന്ന് വരുന്നുണ്ട്, 1% വെറ്ററിനറി ഫീഡ്സിൽ നിന്ന് വരുന്നുണ്ട്, 0.02% ഹോം കെയർ പ്രോഡക്ട്സ്, അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പ്രോഡക്ട്സിനും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ഇൻഫ്ലെക്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇൻഫ്ലെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ വാല്യൂ ചെയിൻ നോക്കുകയാണെങ്കിൽ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അവരെന്തൊക്കെ ചെയ്യും? അവർ ഫോർമുലേഷൻ ചെയ്യും, അവർ ഇൻഗ്രീഡിയൻസ് എവിടെ നിന്നാണെന്നുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അവർ സോഴ്സ് ചെയ്യും, അത് മിക്സ് ചെയ്യും, അത് ടെസ്റ്റിംഗ് ചെയ്യും, അതിൻ്റെ സ്റ്റെബിലിറ്റി ചെക്കുകൾ നടത്തും, അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്യും, ഹൈജീൻ കോംപ്ലയൻസ് എല്ലാം അവർ ചെക്ക് ചെയ്യും, പിന്നെ അത് പാക്കേജ് ചെയ്യും, പിന്നെ പല പ്രോഡക്റ്റും അവർ ഇന്നോവേറ്റ് ചെയ്ത് കൊടുക്കും പല ബ്രാൻഡിന് വേണ്ടിയിട്ട്, പിന്നെ അവർ ബൾക്കായിട്ടും ബാച്ചായിട്ടും മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കമ്പനികൾക്ക് വേണ്ടി ഇവർ ചെയ്തു കൊടുക്കും, എല്ലാം ഇവരാണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള. ഇവരുടെ ഔട്ട്പുട്ട് എന്താണെന്നറിയോ? ഈ ഇൻഫ്ലെക്സിൻ്റെ ഈ മാനുഫാക്ചറിങ് കൂടെ വരുന്ന ഔട്ട്പുട്ടുകൾ പല ഫോർമാറ്റിലാണ് വരുന്നത്. ഒന്ന് ഗമ്മീസ് ആയിട്ട് വരും, ടാബ്ലറ്റ്സ് ആയിട്ട് വരും, ക്യാപ്സ്യൂൾ ആയിട്ട് വരും, എഫർവെസൻ ടാബ്ലറ്റ്സ് ആയിട്ട് വരും, ഓറൽ സ്ട്രിപ്സ് ആയിട്ട് വരും, പൗഡർ ആയിട്ട് വരും, പ്രോട്ടീൻ ബ്ലെൻഡുകളായിട്ട് വരും, ലിക്വിഡ്സ് ആയിട്ട് വരും, സിറപ്പുകളായിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ട് വരും. ബ്രാൻഡുകൾ എന്താ ചെയ്യുന്നത്? ഇവരുടെ ഇന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്ന സാധനത്തിൽ അവരുടെ ബ്രാൻഡ് ആഡ് ചെയ്യുന്നു, അവർ സെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത് ന്യൂട്രി ബസ്റ്റ്, ന്യൂവസ് ലൈഫ് സയൻസ്, കാർബൈ ടോർട്ടെ, ബിഗ് ഫ്ലെക്സ്, യൂബിക് സൊല്യൂഷൻസ്, ബ്ലിങ്, ഡാവ ഇന്ത്യ, ആർക്കിയോസ്, ആക്യുമെൻസ്, എക്സെട്ര. ഈ കമ്പനികളുടെ പേര് പറഞ്ഞാൽ നമുക്കറിയില്ല, കാര്യം ഇതിൻ്റെ ബ്രാൻഡ് ആയിരിക്കും നമ്മൾ കൂടുതലും മനസ്സിലാക്കുന്നുള്ളത്. ഇവരുടെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ FY22 ഇവർക്ക് 59 കോടിയേ ഇവർക്ക് റവന്യൂ ഉണ്ടായിരുന്നുള്ളൂ. 2025 ആയപ്പോൾ ഏതാണ്ട് 100 കോടിയായിട്ട് അത് ഉയർന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2022 ഇവർക്ക് 6 കോടി ഉണ്ടായിരുന്നുള്ളൂ, 2025 ആയപ്പോഴത്തേക്കും 21 കോടിയായിട്ട് ഉയർന്നു എന്നുള്ള. ഇവർക്ക് കപ്പാസിറ്റി എക്സ്പാൻഷൻ 2 ന്യൂ പ്ലാൻസ് വരുന്നുണ്ട്. മാനേജ്മെന്റ് വിഷൻ 4-5 കൊല്ലം കൊണ്ട് ഏതാണ്ട് 400 തൊട്ട് 500 കോടിയുടെ റവന്യൂ കൊണ്ടുവരണം എന്നാണ് അവരുടെ ആഗ്രഹം. അതായത് ഇപ്പം 105 കോടിയേ ഉള്ളൂ, 105 കോടിയിൽ നിന്ന് 400-500 കോടി ആക്കണം ഇനി അടുത്ത 4-5 കൊല്ലത്തേക്ക് എന്നുള്ളതാണ്. ഇവരുടെ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് 2026 150 കോടിയുടെ സെയിൽസ് ആണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏതാണ്ട് 67-68 കോടിയുടെ സെയിൽസ് നടത്തി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു റിസ്ക് എന്താ വെച്ചാൽ ക്ലയൻറ്റ് കോൺസെൻട്രേഷൻ, അതായത് 48 തൊട്ട് 50% റവന്യൂ വരെ അവരുടെ ഏതാണ്ട് എന്താ പറയുക ടോപ്പായിട്ടുള്ള ഒരു ക്ലയൻസിൻ്റെ കുറച്ച് ക്ലയൻസിൻ്റെ ഇത് മാത്രമേ കിട്ടുള്ളൂ. ആ കോൺസെൻട്രേഷൻ ഉണ്ട്. അത് മാത്രമല്ല ആ ക്ലയൻസ് ആയിട്ട് ലോങ്കർ ടേം കോൺട്രാക്റ്റ് ഒന്നുമില്ല. അതാണ് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്ന ക്ലയൻസ് ആയിട്ട് ഇവർക്ക് ലോങ് ടേം കോൺട്രാക്ട് ഇല്ലാത്ത വലിയൊരു ത്രെട്ടാണ്. രണ്ടാമത് ഈ ന്യൂട്രാസ്യൂട്ടിക്കലിൻ്റെ കാര്യത്തിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അത്രയ്ക്കൊന്നും സ്റ്റേബിൾ ആയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല ഇവരുടെ പല ക്ലയൻസും ബ്രാൻഡുകളൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ പ്ലെയേഴ്സ് ആണ് എന്നുള്ളതാണ് ഇവർക്കൊരു നെഗറ്റീവ് എന്നുള്ളത്. പിന്നെ ഒരു ബാഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ട്. ഇവർ IPO വഴി പ്രൊസീഡ്സ് റേസ് ചെയ്തിട്ട് ഇവർ ആ പൈസ ഉപയോഗിച്ച് പ്രൊമോട്ടറിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലാൻഡാണ് കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചത്. മനസ്സിലായി? അതായത് പ്രൊമോട്ടറിന് സ്വന്തമായിട്ടുള്ള ഒരു ലാൻഡ് ഈ കമ്പനിയെ കൊണ്ട് IPO വഴി കിട്ടിയ പൈസയിൽ അവർ മേടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഈ കമ്പനി വളരെ ചെറിയ കമ്പനിയാണ്, സൂക്ഷിക്കണം. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 541 കോടി മാത്രമാണ്. മാർക്കറ്റ് പ്രൈസ് 235 ഇതൊരു സോളിസിറ്റേഷനോ അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല. നിങ്ങളെ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് മാർക്കറ്റിന്റെ കോൺട്രാക്ട് മാനുഫാക്ചറിനെ അവതരിപ്പിക്കുന്നതെന്നുള്ളൂ. കാര്യം ഇപ്പോൾ ഹെൽത്ത് കൾച്ചർ ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ ഞാൻ വീക്കെൻഡ് പോയി ഈ പനിയൊക്കെ വരുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് പോയത് കാരണം ഞാൻ ഇത് മനസ്സിലാക്കിയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതുള്ളൂ. ഒരിക്കലും ഇതിനൊരു കോമ്പറ്റീറ്ററോ ഇതിൻ്റെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസോ ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. കാര്യം ഇതൊരു വാല്യൂഷൻ ബേസിസിലേ പറഞ്ഞാൽ ഇതൊരു തിയറട്ടിക്കൽ പർപ്പസിന് വേണ്ടി അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. സോളിസിറ്റേഷനും അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ നിരീക്ഷണത്തിലും ശിക്ഷണത്തിലും മാത്രം ചെയ്യുക. പേഴ്സണലി ഈ സ്റ്റോക്കിൽ എനിക്കോ വിഷ്ണുവിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമീഡിയറ്റ് ബ്ലഡ് റിലേറ്റീവ്സിനോ ഹോൾഡിംഗ് ഇല്ലെന്നുള്ള പേഴ്സണൽ ഡിസ്ക്ലോഷറും പറയുന്നു. പവർ ഗമ്മീസ് എന്ന് പറയുന്ന ആ പ്രോഡക്റ്റും ഞാൻ കണ്ടതല്ലാതെ ഉപയോഗിച്ചിട്ട് പോലുമില്ല. അതിന്റെ നെറ്റ് റിസൾട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു പേഴ്സണൽ ഡിസ്ക്ലോഷറും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു വിഷ്ണു. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. വിപണിയെ സംബന്ധിച്ച് ഈ ഒരു ഡിസംബറിൻ്റെ ട്രേഡിംഗ് എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കട്ടെ എന്നൊരു ആശംസ നൽകുകയാണ്. ഏതായാലും നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് റിസർച്ച് ടീം ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. Opening hours with MyFin.